എന്റെ വിനീതമായ അഭിപ്രായം. INL-ന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആരെങ്കിലും വാലാക്കുന്നില്ലയോ? അഭിവന്യരായ INL-ന്റെ നേതാക്കന്മാരെല്ലായിരിക്കുന്ന വേദിയിൽ എന്റെ അഭിപ്രായം അതെനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ അഭിപ്രായം ഞാൻ പറയാണ്. ആര് വാലാക്കിയാലും വാലാക്കിയില്ലെങ്കിലും, ആരെന്ത് തരത്തിലുള്ള വിവേചനം കാണിച്ചാലും, അതിന്റെ പേരിൽ എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകേണ്ടി വന്നാലും, ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ PMA സലാമും തമ്മിൽ മണിക്കൂറുകളോളം അടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്ന അദ്ദേഹവുമായി മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചു. ഇവിടെ PC തോമസ്, ഞാൻ രാഷ്ട്രീയം പറയല്ല, സേഠ് സാഹിബിന്റെ അനുസ്മരണ സദസ്സായതുകൊണ്ട് ഒരു കാര്യം പറയാണ്. PC തോമസ് BJP-യുടെ മന്ത്രിയായിരുന്ന ആളാണ്. BJP മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ് PC തോമസ് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മതപക്ഷപാതിത്വമുള്ള ആളാണ്. ഇതൊക്കെയുള്ള PC തോമസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PC തോമസ് കൂടെ ഉണ്ടായിട്ട് ആരും ചർച്ച ചെയ്തില്ല, അത് വലിയ സംഭവമായില്ല. അതുപോലെ തന്നെ രാമൻപിള്ള കൂടെ ഉണ്ടായിട്ട് ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ, നൂറുകണക്കിന് പിഞ്ചു പെൺകുട്ടികൾ മാനഭംഗപ്പെടുത്തപ്പെടുമ്പോൾ, 6 വയസ്സും 8 വയസ്സുമുള്ള പിഞ്ചു പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിച്ച് ആ കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിതറുന്നത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിച്ച നരേന്ദ്രമോദിയുടെ കൂട്ടരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ BJP-ക്കാരനായി പ്രവർത്തിച്ച രാമൻപിള്ള കൂടുണ്ടായിട്ട് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അബ്ദുൽ മഅ്ദനി അടുത്തൂടൊന്ന് പോയപ്പോൾ പലർക്കും പ്രശ്നമായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ PC തോമസ് ഒരു കഷണമായി മാറുമ്പോൾ ഞെരിച്ചമർത്തി കെട്ടിപ്പിടിക്കുന്നതിന് ആർക്കും വിഷമം വരുന്നില്ല. INL-നെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പത്രസമ്മേളനത്തിൽ എന്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരുടെ റെക്കോർഡ് ഇപ്പോഴെന്നെ കണ്ടിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, INL-നെ PC തോമസിനെ കെട്ടിപ്പിടിക്കുന്നവർക്ക് INL-ന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ 1000 വട്ടം ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? INL-ൽ പ്രവർത്തിക്കുന്നത് ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായതുകൊണ്ട്. ഇപ്പൊ മുസ്ലിങ്ങൾ കൂടിപ്പോയി ഒരു പ്രസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മൊത്തം ക്രിസ്ത്യാനികളായ ഒരു കുഴപ്പമില്ല, മൊത്തം നായർ സമുദായത്തിൽപ്പെട്ടവരായാലും ഒരു കുഴപ്പമില്ല, മൊത്തം ഈഴവ സമുദായത്തിൽപ്പെട്ടവരായാലും ഒരു കുഴപ്പമില്ല, മൊത്തം ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഒരു കുഴപ്പമില്ല, ഒരു സമുദായം ഇല്ലാത്തവരായാലും ഒരു കുഴപ്പമില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഒരു സംഘടനയിൽ ഒരു പാർട്ടിയിൽ കൂടുതലെങ്കിൽ അത് അപകടകരം എന്നൊക്കെ പറയുന്ന ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതൊക്കെ INL-ന്റെ നേതാക്കൾ തന്നെ പറയട്ടെ, അങ്ങനെ അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ പലരും വഞ്ചന കാണിക്കുമ്പോൾ, പലരും അസ്പൃശ്യത പറയുമ്പോൾ, അല്ലെങ്കിൽ പലരും വളരെ ആസൂത്രിതമായി അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ, ചിലര് ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, മറ്റു ചിലർ നക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ഇതിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന INL-ന്റെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, പ്രിയപ്പെട്ട മഹാനായ മഹ്ബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ഏത് മുന്നണിയുടെ ഭാഗമായെന്നതോ, ഏത് മുന്നണിയുടെ വാലായെന്നുള്ളതോ, എവിടെ എത്തി എന്നുള്ളതോ എന്നതിനേക്കാൾ മഹാനായ സേഠ് സാഹിബ് കൊളുത്തിത്തന്ന ദീപം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്നവരായി ജീവിക്കാൻ കഴിയുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ് എന്നാണ് 1000 വട്ടം എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരാൾ ജീവിക്കാനും പോകുന്നില്ല. ഇനി ഇങ്ങനൊരാൾ ഉണ്ടാകാനും പോകുന്നില്ല. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആരെങ്കിലും സേഠ് സാഹിബിനെ പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? സേഠ് സാഹിബിനെ പോലെ ഇനി ഒരു മനുഷ്യനുണ്ടാവുമോ? ഇത് വെറുതെ പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുന്ന കാര്യമാണോ? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോൾ, നിരപരാധികളുടെ കബന്ധങ്ങൾ കുന്നുകൂടിയപ്പോൾ, രക്തപ്പുഴ ഒഴുകിയപ്പോൾ, ആ രക്തപ്പുഴയുടെ നടുവിലൂടെ, ആ കബന്ധങ്ങളുടെ ഇടയിലൂടെ, ഊരിപ്പിടിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഇടയിലൂടെ, എറിയാൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ബോംബുകളുടെ ഇടയിലൂടെ, തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കാര തഴമ്പുമായി അതിന്റെ ഇടയിലൂടെ സധീരം നടന്നുപോയി അവിടെ പീഡിപ്പിക്കപ്പെട്ട, വേദന അനുഭവിപ്പിക്കപ്പെട്ട, കഷ്ടപ്പെടുത്തപ്പെട്ട, അവിടെ കൊന്നൊടുക്കപ്പെട്ട നിരപരാധികളുടെ ബന്ധുക്കളെ പോയി തോളിൽ തട്ടി സമാധാനിപ്പിക്കാൻ ഒരു സേഠ് സാഹിബേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല സഹോദരങ്ങളെ, ഉണ്ടായിരുന്നില്ല. സേഠ് സാഹിബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മുസ്ലിം സ്വഭാവം എടുത്തു കളയാനുള്ള ശ്രമം നടന്നപ്പോൾ ശബ്ദിക്കാൻ ഒരു സേഠ് സാഹിബേ ഉണ്ടായിരുന്നുള്ളൂ.
രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള കോടികളുടെ വഖഫ് സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുമെന്ന് ഘട്ടം വന്നപ്പോൾ അതിനെതിരെ സധീരൻ ഗർജിക്കാൻ ഒരു സേട്ട് സാഹിബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായിരുന്ന ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കപ്പെട്ടപ്പോൾ 100-ലധികം ഭാഷകൾ അറിയാവുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഭാഷയിൽ പോലും ഒന്ന് പ്രതികരിക്കാതെ ഇരുന്നപ്പോൾ മുഖത്ത് നോക്കിക്കൊണ്ട് ആണത്തമുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകൂ എന്ന് പറയാൻ അഭിമാനം കാണിച്ച, അഭിമാനബോധത്തോടുകൂടി ചങ്കുറപ്പ് കാണിച്ച ഒരൊറ്റ നേതാവേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് മഹാനായ മഹ്ബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ്. ഞാനിത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്, ഇത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മാതൃകയാക്കുമെങ്കിൽ അത് മഹാനായ മഹ്ബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ മാത്രം. രണ്ടാമതൊരാൾ എനിക്ക് മാതൃകയാക്കാൻ ഇത്രയും കാലത്ത് എന്റെ ജീവിതാനുഭവത്തിൽ എനിക്കുണ്ടായിട്ടില്ല. ഒരു വേദിയിൽ ഞാൻ ആരെയും മാതൃകയാക്കുന്നുവെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. കാരണം എന്താ? പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന, പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രം പറയുന്ന, വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തെ വിങ്ങലുകൾ ജ്വലിക്കുന്ന വാക്കുകളായി കത്തിപ്പടരുന്ന സന്ദേശമായി ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പറയാൻ കഴിഞ്ഞ, ആരുടെ മുന്നിലും അടിയറവ് പറയാത്ത, ആരുടെ മുന്നിലും ശിരസ്സു കുനിക്കാത്ത ധീരനായ രാഷ്ട്രീയക്കാരനായിരുന്നു, ധീരനായ പൊതുപ്രവർത്തകനായിരുന്നു മഹാനായ മഹ്ബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. ഇന്ന് സേഠ് സാഹിബ് ഇല്ലാത്തതിന്റെ ദോഷം നമ്മൾ കാണുന്നുണ്ട്. ജാമിയ നഗറിൽ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ നിരപരാധികളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന കാര്യം പകലുപോലെ വ്യക്തമാക്കപ്പെട്ടിട്ടും ഇന്ത്യയുടെ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവിന്റെ വായിൽ നിന്ന് ഒരു വാക്കവിടെ പറയാൻ, നിരപരാധികളായ കുഞ്ഞുങ്ങൾ, കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അവശേഷിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടിയോ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിക്കാൻ ഒരു പുലിക്കുട്ടിയില്ലായിരുന്നു മക്കളെ. മഹാനായ സേഠ് സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാർലമെന്റിനെ അദ്ദേഹം വിരൽത്തുമ്പിൽ നിർത്തി അതിശക്തമായ ആ വിഷയം അവിടെ ഉന്നയിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ നേതാവ് ദിഗ്വിജയ് സിംഗ് പോലും അവിടെ മുസ്ലിം ചെറുപ്പക്കാർ വധിക്കപ്പെട്ടതിന്റെ പിന്നിൽ സംശയമുണ്ട്, അവിടെ പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കൊല്ലപ്പെട്ടവരുടെ ഒക്കെ കഴുത്തിന്റെ മുകളിലാണ്, അവരുടെ പെടലിയുടെ മുകളിലാണ് വെടിയുണ്ടയേറ്റിരിക്കുന്നത്. ആരും നെറ്റിയിൽ വെടിയുണ്ടയേറ്റ് മരിച്ചിട്ടില്ല. അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ദിഗ്വിജയ് സിംഗ് പോലും പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം നേതാവ് പോലും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇല്ലായിരുന്നു അതേപ്പറ്റി പ്രതികരിക്കാൻ. സേഠ് സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, സേഠ് സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് അഖിലേന്ത്യാ ലീഗിന്റെ നേതാക്കന്മാരായ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമം നടന്നപ്പോൾ മഹാനായ സേഠ് സാഹിബായിരുന്നു അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ അതിശക്തമായി എതിർത്ത്, പാടില്ല, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർ രാഷ്ട്രീയ ശത്രുക്കളായാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ, അത് പാർട്ടി അംഗീകരിച്ചില്ലെങ്കിലും അത് പറയാൻ ആർജവം കാണിച്ച മഹാനായ മഹ്ബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. അടിയന്തരാവസ്ഥയുടെ കരാള ദിനങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്